ദില്ലി ദാലിയുടെ 2025 അന്താരാഷ്ട്ര വനിതാ ദിന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. മാധവിക്കുട്ടി എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമായ യാത്രികയിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ പോഡ്കാസ്റ്റ് രൂപമാണ് ഈ വനിതാ ദിനത്തിൽ അവതരിപ്പിക്കുന്നത്. യാത്രിക എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ 6-ാമത്തെ അധ്യായം. എഴുത്തുകാരൻ ചോദിച്ചു, എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ? ഒന്നിച്ച് നീന്താമെന്ന് അയാൾ പറഞ്ഞു. എൻ്റെ നീന്തൽ വസ്ത്രം ഇറുകിയതാണ്, എനിക്ക് അത് ധരിച്ചാൽ ശ്വാസം മുട്ടും, കവയിത്രി പറഞ്ഞു. അതിനും ഒരു പോംവഴിയുണ്ട്. രാത്രി 10 കഴിഞ്ഞ് നീന്താം, നഗ്നരായി. നീന്തൽക്കുളത്തിലെ വെള്ളം വൈദ്യുതി കൊണ്ട് ചൂടായി നിൽക്കുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു. ഞാൻ 2 ദിവസം അതിനെപ്പറ്റി ചിന്തിക്കട്ടെ, പിന്നീട് ഒരു തീരുമാനത്തിലെത്താം. ഗുരുനാഥകളോട് ചോദിക്കേണ്ടി വരുമല്ലേ? സ്വന്തമായി ചിന്തിക്കുവാനുള്ള കഴിവ് നശിച്ചുവോ? വിളർത്ത കണ്ണുകൾ വീണ്ടും വിളർത്തു. അനവധി തവണ അലക്കി നിറം മങ്ങിയൊരു വസ്ത്രം പോലെയായി തീർന്നു അയാൾ. നഗ്നയായി നീന്തേണ്ടി വന്നിട്ടില്ല, അവൾ പറഞ്ഞു. ഇവിടെ അത് സാധാരണമാണ്. നീന്തുമ്പോൾ ചുരുക്കം പേർ മാത്രമേ വസ്ത്രം ധരിക്കുകയുള്ളൂ, അയാൾ പറഞ്ഞു. കഥ കേട്ടവർ വിസ്മയിച്ചില്ല. അടുക്കാൻ ശ്രമിക്കുകയാണ്, സൂക്ഷിക്കണം, നാടകകൃത്ത് പ്രസ്താവിച്ചു. നിന്നോട് അല്പമെങ്കിലും ആദരവുണ്ടെങ്കിൽ നഗ്നയായി നീന്തുവാൻ അയാൾ ക്ഷണിക്കുമായിരുന്നില്ല, നവാൽ ആക്രോശിച്ചു. പക്ഷേ അത് അപമര്യാദയായി എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നഗ്നരായി എത്രയോ പേർ കുളിക്കാറുണ്ട്, ഫെയ്ത്ത് പറഞ്ഞു. ഇത് കമലയുടെ മാത്രം പ്രശ്നമല്ല, പൗരസ്ത്യ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതിനെപ്പറ്റി ഞാൻ ഇന്നത്തെ സമ്മേളനത്തിൽ സംസാരിക്കും, നവാൽ പ്രഖ്യാപിച്ചു. അത് വേണ്ട, ഇത് മറന്നേക്കൂ. ഇത് പുറത്തു പറയാൻ തുനിഞ്ഞത് എൻ്റെ ബുദ്ധിമോശം കാരണമാണ്. കമല, നീ എല്ലാം തുറന്നു പറയുന്നവളാണ്, അതാണ് നിൻ്റെ ഏക ഗുണം. ഇനി സീക്രട്ടീവ് ആകാനാണോ നിൻ്റെ ഉദ്ദേശം? അവരുടെ വാക്കുകൾ അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെയായിരുന്നു. എനിക്ക് വല്ലാത്ത ഭയം അനുഭവപ്പെട്ടു. എന്നെ വിശ്വസിക്കുവാൻ കൊള്ളില്ല എന്ന തോന്നൽ സ്ഥിരീകരിക്കപ്പെടും. നവാലല്ലാതെ മറ്റൊരു മിത്രവും എനിക്ക് അവശേഷിക്കുകയുമില്ല. അതൊക്കെ നടന്നത് അഡലൈഡിൽ വെച്ച്. മെൽബണിൽ എനിക്ക് മാർഗനിർദ്ദേശം തരുവാൻ ആരും മുന്നോട്ട് വന്നില്ല. 2 ദിവസം ഞാൻ നാൻ ഗലാഗറിൻ്റെ കൂടെ നഗരം കാണാൻ പോയി. ട്രാമിൽ യാത്ര ചെയ്തു. നാൻ തൻ്റെ വിദ്യാർത്ഥികളുടെ വിചിത്ര സ്വഭാവ രീതികളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകേട്ട് ബോറടിച്ചാവാം ഞങ്ങൾക്കെതിരെ ഇരുന്നിരുന്ന മധ്യവയസ്കൻ എഴുന്നേറ്റ് ദൂരെ ഒരു സീറ്റിൽ പോയിരുന്നത്. ഞാൻ ഉറക്കെ ചിരിച്ചു. കമല, എന്താണ് ചിരിക്കുന്നത്? നവാൽ ചോദിച്ചു. സന്തോഷം കൊണ്ട് ചിരിച്ചതാണ്, ഞാൻ പറഞ്ഞു. മെൽബൺ സർവകലാശാലയിൽ എൻ്റെ ആദ്യത്തെ കവിതാപാരായണം നടന്നത് സന്ധ്യയ്ക്ക് 7 മണിക്കായിരുന്നു. 5000-ഓളം ശ്രോതാക്കൾ. സ്റ്റേജിലേക്ക് നടക്കുമ്പോൾ അവർ തുരുതര കൈയടിച്ചുകൊണ്ട് സ്വാഗതമറിയിച്ചു. ആകെ കോരിത്തരിച്ചു. ഇത് ഒരു മധുര സ്വപ്നമാണോ? ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ആമി. മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയെന്നോ? വായിക്കുവാൻ കൊള്ളാവുന്ന 5-6 കവിതകൾ എഴുതിയതുകൊണ്ട് മാത്രം വരവേൽപ്പ് എനിക്ക് ലഭിച്ചുവോ? വീണ്ടും കോരിത്തരിച്ചു. കൈത്തലം വിയർത്തു. ആദ്യമായി ഞാൻ വായിച്ചത് കോമ്പോസിഷൻ ആയിരുന്നു. ശ്വാസം അടക്കിക്കൊണ്ടാണ് അവർ ആ നീണ്ടു പോകുന്ന കവിത കേട്ടത്. അതിൻ്റെ അന്ത്യത്തിൽ, ദ അൾട്ടിമേറ്റ് ഡിസ്കവറി വിൽ ബി ദാറ്റ് വി ആർ ഇമ്മോർട്ടൽ, ദ ഓൺലി തിങ്സ് മോർട്ടൽ ബീയിങ് സിസ്റ്റംസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ്. ദ അൾട്ടിമേറ്റ് ഡിസ്കവറി വിൽ ബി ദാറ്റ് വി ആർ ഇമ്മോർട്ടൽ, ദ ഓൺലി തിങ്സ് മോർട്ടൽ ബീയിങ് സിസ്റ്റംസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് എന്ന വരികൾ വായിച്ചു തീർത്തപ്പോൾ ഹർഷാരവം, കയ്യടികൾ. അങ്ങനെ മറ്റൊരു കവി ജനിച്ചു, പഠിപ്പില്ലാത്തവൾ, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം വിഹായസിൽ വീറോടെ ചിറകിട്ടടിച്ചവൾ. അഡലൈഡ് ഫെസ്റ്റിവലിലേക്ക് അന്ധനും പ്രഗത്ഭനുമായ പാട്രിക് വൈറ്റ് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അദ്ദേഹം വന്നില്ല. ജൂഡിത്ത് റൈറ്റ് ഒരു ദിവസം വന്നു. അരങ്ങിൽ കയറുകയും ചെയ്തു. അലങ്കാരങ്ങളില്ലാത്തതും സൗമ്യവും ആയിരുന്നു അവരുടെ പെർഫോമൻസ്. കടമനിട്ട കവിത വായിക്കുന്നത് കേട്ടിരുന്ന ഞാൻ കവിതാപാരായണം പ്യുവർ തിയേറ്ററാണെന്ന് വിശ്വസിച്ചു. എങ്ങനെയെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, ഒരുതരം ചെണ്ടകൊട്ട്. എൻ്റെ അത്തരം അഭിപ്രായങ്ങൾ പല വിദേശ സന്ദർശനങ്ങൾക്ക് ശേഷം മാറിക്കിട്ടി. അല്ലെങ്കിൽ ഞാൻ കവിത എന്ന ചെണ്ടകൊട്ടി ഇന്ത്യക്ക് തന്നെ മാനഹാനി വരുത്തുമായിരുന്നു. ജൂഡിത്ത് റൈറ്റ് ഒരു പോഴ്സലൈൻ പാവ പോലെ കാണപ്പെട്ടു. തൊട്ടാൽ തകരുമെന്ന് തോന്നിപ്പിക്കുന്ന ഡെലിക്കസി, കുലീനം. വെള്ള ഡ്രസ്സിൽ അവിടെവിടെയായി ലേസ് തയ്ച്ചു ചേർത്തിരുന്നു. കഴുത്തിൽ മുത്തുമാല. അവർ ഒരു പ്രകൃതിസ്നേഹിയായിരുന്നു.
തിരുവനന്തപുരത്ത് കേരള ഫോറസ്ട്രി ബോർഡിൻ്റെ അധ്യക്ഷയായി 5 വർഷങ്ങൾ വെയിലും മഴയും തട്ടി 14 ജില്ലകളിൽ പര്യടനം നടത്തിയവളായിരുന്നു ഞാൻ. അതുകൊണ്ടാവാം അവരോട് എനിക്ക് പ്രത്യേകിച്ചൊരടുപ്പം തോന്നിയത്. ഫോറസ്ട്രി ബോർഡ് എനിക്ക് തന്നത് ഇരുണ്ട നിറവും മാറാത്ത ചുമയും അഴിമതിക്കാരി എന്ന ദുഷ്പേരുമായിരുന്നു. അഴിമതിക്കാരുടെ അധ്യക്ഷ അഴിമതിക്കാരി തന്നെ. സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ നന്മ കാത്തുസൂക്ഷിക്കുവാൻ ഒരാൾക്കും കേരളത്തിൽ സാധ്യമാവുകയില്ല. തിന്മ കാത്തുസൂക്ഷിക്കുക എളുപ്പമാണ്. ഭരണകൂടം ആ മാണിക്യത്തിൻ്റെ പിന്നിൽ പടം വിടർത്തി കാവൽ നിൽക്കുകയും ചെയ്യും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് തലസ്ഥാന നഗരി എന്നെ ക്രമേണ പഠിപ്പിച്ചു. ആ പാഠം എൻ്റെ ആകാരത്തെ തന്നെ വളരെയധികം അധപ്പതിപ്പിച്ചു. അന്നെടുത്ത ഫോട്ടോകൾ ആ ഭീകരമായ മാറ്റം വെളിപ്പെടുത്തുന്നു. തൊലിയുടെ മിനുസം നഷ്ടപ്പെട്ടു, മുഖത്തിൻ്റെ പ്രസന്നത മങ്ങി, നടത്തത്തിൻ്റെ ചാരുത നഷ്ടപ്പെട്ടു, ഉത്സാഹം പെരുമാറ്റത്തിൽ അപ്രത്യക്ഷമായി. ഓരോ വിദേശയാത്രയും എനിക്ക് സ്വാതന്ത്ര്യം തന്നു. ശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സത്യം പറയുവാനുള്ള ധൈര്യം വീണ്ടെടുത്ത് ഞാൻ കൂടുതൽ ഞാനായി മാറി. എൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ അഭാവമുണ്ടോ അതെന്താണെന്ന് ആദ്യമായി ഞാൻ മനസ്സിലാക്കി. പണത്തിൻ്റെ അഭാവം കാര്യമായ ഒരു അഭാവമല്ലെന്നും എനിക്ക് മനസ്സിലായി. വെള്ളം അതിൻ്റേതായ ലെവൽ തേടുന്നു എന്ന വചനം ഞാൻ എന്നേ കേട്ടിരുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായതും വിദേശങ്ങളിൽ വെച്ചാണ്. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകരിച്ചു എന്ന് മാത്രമേ ഞാൻ ആദ്യം അറിഞ്ഞിരുന്നുള്ളൂ. അത് എനിക്ക് എന്തു നേടിത്തന്നു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നതുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനെന്നെങ്ങനെയോ ധരിച്ചു വച്ചിരുന്നു. സ്വാർത്ഥം തീണ്ടാത്തവരായ നാലപ്പാട്ടെ മുത്തശ്ശിമാരുടെ സ്വാധീനം എന്നെ വേണ്ടതിലധികം ബാധിച്ചിരുന്നു. അവർ ഓരോരുത്തരും തങ്ങളുടെ കടമകൾ നിർവഹിക്കുവാൻ ശുഷ്കാന്തി പ്രകടിപ്പിച്ചു. അമ്മ ഇലക്ട്രിക് കുക്കറിൽ അമ്മാമ്മൻ്റെ ആഹാര സാധനങ്ങൾ പാകം ചെയ്തു. വലിയ മുത്തശ്ശി തൻ്റെ തുടമേൽ തുണിക്കഷണങ്ങൾ വെച്ച് തിരികളുണ്ടാക്കി അനേകം വിളക്കുകൾക്കായി. വലിയമ്മ നെല്ലു പുഴുങ്ങുന്നതിൻ്റെ ദിവസം നിശ്ചയിച്ചു. ഭസ്മക്കട്ടകൾ മണ്ണിൻ്റെ അടിയിൽ നിന്നും മാന്തി എടുക്കേണ്ട ദിവസം നിശ്ചയിച്ചു. ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്തു. സ്വന്തമായി യാതൊരു സമ്പാദ്യവും ആ പാവങ്ങൾക്കുണ്ടായിരുന്നില്ല. സൽപ്പേർ സമ്പാദിച്ചു. സൽപ്പേര് വാഴപ്പിണ്ടി പോലെയാണ്. അതിന് പ്രത്യേക സ്വാദൊന്നുമില്ല. പക്ഷേ അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അമ്മാമ്മ പലതവണയും എന്നോട് പറഞ്ഞു, ചീത്തപ്പേര് കിട്ടിയാൽ അത് കഴുകിക്കളയാൻ പ്രയാസമാണ്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ചീത്തപ്പേരാണ്. ഈ സത്യം അറിയുന്നതിനു മുമ്പ് അമ്മമ്മ മരിച്ചുപോയി. അത് അവരുടെ ഭാഗ്യം. നാലപ്പാട്ട് തറവാട്ടിൽ ഇത്രയധികം ദുഷ്പേര് മറ്റൊരു സ്ത്രീക്കും സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമാണ് എനിക്ക് തറപ്പിച്ചു പറയുവാനുള്ള ഒരു സത്യം. ഞാനിത് പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ ജീവചരിത്രം എഴുതുന്ന സ്ത്രീകൾ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. ഒരുത്തി ഞാൻ സൗശീല്യവതിയാണെന്ന് പറഞ്ഞു. ആ പദം ഞാൻ നാക്കിലിട്ട് നുണയുന്നു. അതെൻ്റെ വേദനാസംഹാരി ഗുളികയാണ്. മിക്കപ്പോഴും ഞാൻ ആത്മനിന്ദ തളർത്തിയ ഒരുത്തിയാണ്. പൗരസ്ത്യമോ പാശ്ചാത്യമോ എൻ്റെ കാഴ്ചപ്പാട് എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ മറ്റൊരുത്തിയെ വേട്ട ഭർത്താവിനെ ഉറക്കത്തിൽ ചുംബിച്ച വാസവദത്തെയാണോ? അതോ ഞാൻ മദാം ബോവറിയാണോ? ഏത് കഥാനായികയുടെ ദുഃഖവും എൻ്റെ ദുഃഖമായി ഞാൻ കാണുന്നു. അത്താഴശേഷം ഗല്ലാഗർ ദമ്പതികൾക്കായി അവരുടെ ഉമ്മറത്തളത്തിൽ ഞാൻ മിമിക്രിയിലേർപ്പെട്ടു. എഴുത്തുകാരുടെ സ്വരവും നടത്തവും ചലനങ്ങളും ഞാൻ ആവർത്തിച്ചു. ഞങ്ങൾ വളരെയധികം ചിരിച്ചു. അവരുടെ മകൻ ഡൊണാൾഡ് അന്ന് ഞങ്ങളുടെ ചിരിയിൽ പങ്കുചേർന്നു. പിന്നീട് തച്ചുശാസ്ത്ര വിദഗ്ധനായ ലാറി ബേക്കറിനെ കാണുവാൻ ഡൊണാൾഡ് എൻ്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ വന്നെത്തി. 3 തവണ ഫോൺ ചെയ്തിട്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. സാരമില്ല, കാണിപ്പയ്യൂർ നമ്പൂതിരിയെ ചെന്ന് കണ്ടാൽ മതി. അദ്ദേഹം നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കും, ദാസേട്ടൻ പറഞ്ഞു. ഡൊണാൾഡ് പിന്നീട് പ്രശസ്തനായ ഒരു ആർക്കിടെക്റ്റായി. ഭാര്യയും മക്കളും സമ്പത്തും സമ്പാദിച്ചു. അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് സ്വന്തമായ വീടും അയാൾ നിർമ്മിച്ചു. ഗല്ലാഗറിൻ്റെ മകൾ കാറ്റി ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റായിരുന്നു. അവൾ ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു 4-ാം കിട ഹോട്ടലിൽ രാത്രി തങ്ങി. രാവിലെ ആവുന്നതുവരെ ഭയചകിതയായി ഉറങ്ങാതെയിരുന്നു. മദ്യപാനികൾ വാതിൽക്കലും ജനലിലും തട്ടിക്കൊണ്ടേയിരുന്നു അത്രേ. പിന്നീടുള്ള വരവിൽ അവൾ എൻ്റെ വീട്ടിൽ താമസിച്ചു. വെളുത്ത യുവതികളെ തങ്ങൾക്ക് തൊടാമെന്ന ഒരു അബദ്ധവിശ്വാസം മലയാളികൾക്കുണ്ട്. കാറ്റി പറഞ്ഞാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. എനിക്ക് ലജ്ജ തോന്നി. ഇനി ഒരിക്കലും താൻ കേരളത്തിലെ ഹോട്ടലുകളിൽ താമസിക്കുകയില്ലെന്ന് കാറ്റി പറഞ്ഞു. അവൾക്ക് ധൈര്യമില്ല. ഒരു കൃശഗാത്രി. കള്ളൂടിയന്മാരെ ചവിട്ടിക്കൊല്ലുവാൻ കരുത്തില്ല. ഉച്ചത്തിൽ നിലവിളിക്കുവാൻ കൂടി അവൾക്ക് കഴിയില്ല. കരിക്കിൻ്റെ പരുവത്തിൽ ഒരു പെൺകുട്ടി. ഹെക് ഗല്ലാഹർ എന്നെ ഒരു ദിവസം കാസിനോയിൽ കൊണ്ടുപോയി ചൂതാട്ടം പഠിപ്പിച്ചു. ബെറ്റുവെച്ചു. $10 നഷ്ടപ്പെടുത്തി. ഞാൻ തൻ്റെ ഭർത്താവിനെയാണ് ശകാരിച്ചത്. നിങ്ങൾ കമലയെ കേടുവരുത്തരുത്, അവർ പറഞ്ഞു. ഹെക് തെറ്റുകാരനല്ല, ഞാൻ പറഞ്ഞു. ഞാനാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത്. അവർ വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ ഉറ്റമിത്രങ്ങളായി ജീവിക്കുന്നു. ഞങ്ങൾ അന്യോന്യം പാരിതോഷികങ്ങൾ കൈമാറുന്നു, നവവത്സരാശംസകളും. വാസ്തവത്തിൽ 2 രാജ്യങ്ങളെ മിത്രങ്ങളാക്കി നിലനിർത്തുന്നത് നയതന്ത്ര പ്രതിനിധികളല്ല. എന്നെയും
നാൻഗല്ലാഗറിനെയും പോലെയുള്ള സാധാരണ സ്ത്രീകളാണ്. ഞങ്ങൾ സ്നേഹത്തിൻ്റെ കൊടിക്കൂറകൾ പറപ്പിക്കുന്നു. ഞങ്ങളുടെ മധുരസ്മരണകൾ ഓസ്ട്രേലിയയെയും ഇന്ത്യയെയും കൂട്ടി യോജിപ്പിക്കുന്നു. രണ്ടായിരത്തി 2025 വനിതാ ദിന പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ കേട്ടത് മാധവിക്കുട്ടിയുടെ യാത്രിക എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ 6ാമത്തെ അധ്യായമാണ്. ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ്. ഗോപാലകൃഷ്ണൻ.